ഹലോ എവ്രി വൺ വെൽക്കം. യെസ്, സോ നിങ്ങൾക്ക് +1 100% ഷുവറായിട്ടും വരാൻ പോകുന്ന ഒരു ക്വസ്റ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് അറിയാൻ. നമുക്കതിന് മുമ്പ് പറയാനുള്ള കാര്യം, നിങ്ങൾ +1 എന്താണ് അപ്രീസിയേഷൻ, നോട്ടീസ്, ഇമെയിൽ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഇമെയിൽ, പ്രൊഫൈൽ, ഒബിച്വറി, സ്പീച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അനൗൺസ്മെൻറ്റ് ഒക്കെ ഓൾറെഡി അപ്ലോഡഡ് ആണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബിൽ എൻ്റെ ചാനൽ എടുത്തിട്ട് അതിൽ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേലിസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് +1 തുല്യത എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിലുള്ള എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. +1 തുല്യത, ഓക്കെ, അതിലെല്ലാം കഴിഞ്ഞ വർഷം അപ്ലോഡഡ് ആണ്. അതേപോലെ തന്നെ റിവിഷൻ ക്ലാസ്സും അതിലുണ്ട്, റിവിഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണ്ടുവന്ന് ഉറപ്പ് വരുത്തുക. യെസ്, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് 2021 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഫസ്റ്റ് സംഭവം നോക്കിയാട്ടെ. ഒരു പാസേജ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പാസേജ് തന്നെയാണ്. ഓക്കെ, യെസ്, ദ ബിഗിനിങ് ഓഫ് മൈ ലൈഫ് വാസ് സിമ്പിൾ ആൻഡ് മച്ച് ലൈക്ക് എവറി അതർ ലിറ്റിൽ ലൈഫ്. ഓക്കെ, ഇത് ഏതൊരു പാരഗ്രാഫാണ്, ഏതൊരു ചാപ്റ്ററിലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഹൂ ഈസ് ദി ഐ റെഫർ ടു ഇൻ ദിസ് പാസേജ്? ഈ പാസേജിൽ ഞാൻ എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? ഓക്കെ ആണല്ലോ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത്. അതിന് തന്നെ നെക്സ്റ്റ് സെക്ഷനിൽ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നെക്സ്റ്റ് സെക്ഷൻ വന്ന ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, 2 മാർക്ക് വന്ന ക്വസ്റ്റ്യനാണ്. നെയിം ദ പോയം ആൻഡ് ദ പോയിറ്റ്. ഇത് സിമ്പിൾ കാര്യമാണ്, നിങ്ങളെല്ലാവരും മറന്നു പോകുന്ന കാര്യമാണ്. നമുക്കെന്താ, ചാപ്റ്ററിൻ്റെ പേരും അതേപോലെ തന്നെ അതാരാണ് എഴുതുന്നത് അറിയില്ല, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ടാവും, മറ്റേ ഹെലൻ കെല്ലറിൻ്റെ ചാപ്റ്റർ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹെലൻ കെല്ലറിൻ്റെ ചാപ്റ്റർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിൻ്റെ ചാപ്റ്റർ, അങ്ങനെയല്ല, നിങ്ങളതിൻ്റെ പേര് പഠിക്കണം. ഹെലൻ കെല്ലറിൻ്റെ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, അതേപോലെ തന്നെ ചെറി ട്രീ, പിന്നെ പോർട്രേറ്റ് ഓഫ് ലേഡി, അത് പഠിക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇന്ന് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് നമുക്ക് അത് പഠിക്കാം. ഓക്കെ, അത് 2 ലിസ്റ്റ് ഉണ്ട്, നിങ്ങൾ എൻ്റെ നോട്ടിലേക്ക് കോപ്പി ചെയ്ത് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ +2 കുട്ടിയൊക്കെ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഒരു സെക്ഷൻ, ഞാൻ ചാപ്റ്ററിൻ്റെ പേര് പറയും, 5 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിനുള്ളിൽ ആൻസർ തിരിച്ച് പറയണം. സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഹെലൻ കെല്ലർ നിങ്ങൾ പറയണം. ഓക്കെ, നിങ്ങൾ ടെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാൻ ആളില്ലെങ്കിൽ ഞാൻ തന്നെ ചോദിക്കാം, നിങ്ങൾ ഇങ്ങോട്ട് റെസ്പോൺസ് പറയണം. ഓക്കെ, ഇതിൻ്റെ വീഡിയോ ലാസ്റ്റ് സെക്ഷൻ ഞാൻ അങ്ങനെ ചോദിക്കും. അപ്പോൾ നിങ്ങളിപ്പം ഈ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നതൊക്കെ പറയാൻ ശ്രമിക്കുക, അറിയാത്തതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് പഠിക്കുക. എന്നിട്ട് ഒന്നും കൂടി വീഡിയോ കണ്ടിട്ട് എല്ലാ ചാപ്റ്ററിൻ്റെയും റൈറ്ററുടെ പേരും അറിയാമെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ ആണല്ലോ, സോ ലെറ്റ്സ് ബിഗിൻ. യെസ്, ഫസ്റ്റത്തെ സ്റ്റോറി ഏതായിരുന്നു? ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, അതാണ് ചാപ്റ്ററിൻ്റെ പേര്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ആരാണ് എഴുതിയത്? ഹെലൻ കെല്ലർ. അതെന്താണ്? ഓട്ടോബയോഗ്രഫി. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. അത് ആരും എഴുതിയതല്ല, അതൊരു ആർട്ടിക്കിളാണ്. ഓക്കെ, അപ്പോൾ അതിൽ റൈറ്റർ ഇല്ല. സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. നെക്സ്റ്റ് വൺ, എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ്. എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ്. അതാണ് എഴുതിയത്? മാർഗരറ്റ് അറ്റ്വുഡ്. എന്താണത്? അതൊരു പോയമാണ്. നെക്സ്റ്റ് വൺ, ദ ബൂർ. ആരാണ് എഴുതിയത്? ആൻറ്റൺ ചെക്കോവ്. എന്താണത്? വൺ ആക്ട് പ്ലേ. നെക്സ്റ്റ് വൺ, ഓൺ അംബ്രല മോറൽസ്. A.G. ഗാർഡിനറാണ് എഴുതിയത്. എന്താണത്? എസ്സേ. ഓക്കെ, ഓൺ അംബ്രല മോറൽസ്, A.G. ഗാർഡിനർ, എസ്സേ. നെക്സ്റ്റ് വൺ, മൈ ചെറി ട്രീ എഴുതിയത് എല്ലൻ ബെയ്ലി. അതെന്താണ്? ഒരു പോയമാണ്. നെക്സ്റ്റ് വൺ, ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി എഴുതിയത് ഖുഷ്വന്ത് സിംഗ്. അതെന്താണ്? ഒരു മെമ്മോയർ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പാണ്. ഓക്കെ, നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, ദ കൈറ്റ് മേക്കർ. ആരാണ് എഴുതിയത്? റസ്കിൻ ബോണ്ട്. അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ദ ബോയ് ആൻഡ് ദ സ്നേക്ക്, റിട്ടൺ ബൈ ചാൾസ് ലാംബ്, ആൻഡ് ഇറ്റ് ഈസ് എ poem. The beggar എഴുതിയത് ഗായ് ഡെ മൊപ്പസൻറ്റ്. It is a short story. Next one, maternity എഴുതിയത് ലിലിക്ക നാക്കോസ്. It is a short story. Okay, refugee mother and child, written by Chinua Achebe.
ഇറ്റ് ഈസ് എ പോയം. ഇതിനൊക്കെ അപ്രിസിയേഷൻ ഉണ്ട്, അപ്ലോഡഡ് ആണ്, നിങ്ങൾ പോയിട്ട് കണ്ടു എന്ന് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് വൺ, ഡെൻസിറ്റി ഓഫ് വിഷ്വൽ ഇമേജസ്, റിട്ടൺ ബൈ ജോൺ ബർജർ എന്നായിരിക്കും, നിങ്ങളതൊന്നും കാര്യക്കണ്ട, സ്പെല്ലിംഗ് മാത്രം പഠിച്ചാൽ മതി. എസ്സേ, ഓക്കെ, ഇറ്റ് ഈസ് എൻ എസ്സേ. ലാസ്റ്റ് വൺ, ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ്, റിട്ടൺ ബൈ കെവിൻ കാർട്ടർ. എന്താണ്, ഇതൊരു ആർട്ടിക്കിളാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇത് നിങ്ങൾ 4 മാർക്ക് കിട്ടാൻ ജസ്റ്റ് ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അതേപോലെ തന്നെ ഇത് പഠിച്ചതിനെ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. എന്താണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അത് പിന്നെ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഒരു ചാപ്റ്ററിൻ്റെ ചെറിയ ഭാഗം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ദിസ് എക്സെപ്റ്റ് അല്ലെങ്കിൽ ദിസ് പോർഷൻ എന്ന് പറയാം ഇസ് ടേക്കൺ ഫ്രം ദ ചാപ്റ്റർ, എന്നിട്ട് ചാപ്റ്ററിൻ്റെ പേര് പറയാം, റിട്ടൺ ബൈ ദ ഫേമസ് റൈറ്റർ, എന്നിട്ട് റൈറ്ററുടെ പേര് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ എഴുതുമ്പം ജസ്റ്റ് ബ്ലാങ്ക് ആവില്ല, നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ തുടങ്ങാൻ എപ്പോഴും തന്നെ ഒരു സെൻറ്റൻസ് ഉണ്ടാവും. ഓക്കെ, യെസ്, നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. യെസ്, ദ പാരഗ്രാഫ് വായിച്ചപ്പം, ദ ബിഗിനിങ് ഓഫ് മൈ ലൈഫ് വാസ് സിമ്പിൾ ആൻഡ് മച്ച് ലൈക്ക് എവറി അതർ ലിറ്റിൽ ലൈഫ്, ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ്. ഇതൊക്കെ വായിക്കുമ്പോൾ എന്തുപോലെ ഉണ്ട്, ഒരു ഓട്ടോബയോഗ്രഫിയുടെ ലുക്ക് ഉണ്ട്. അപ്പോൾ ഇതാരാണ് എഴുതിയത്? ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ബൈ ഹെലൻ കെല്ലർ. അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്നത് ആരാണ്? ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലർ എന്ന് എഴുതി കൊടുത്താൽ 1 മാർക്കായിരുന്നു. ജസ്റ്റ് സെൻറ്റൻസ് ഒന്നും ആക്കണ്ട, ഹെലൻ കെല്ലർ എന്ന് എഴുതിയാൽ 1 മാർക്ക്. നെക്സ്റ്റ് വൺ, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ടാണ് ഉറപ്പായിട്ടും പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഐ സാറ്റ് വാച്ചിങ് ദ ബേർഡ്സ് ഇൻ മൈ ചെറി ട്രീ. ഇവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. നെയിം ദ പോയം ആൻഡ് ദ പോയറ്റ്. പോയം എന്ന് പറഞ്ഞിട്ട് ഹൈഫൻ ഇട്ടിട്ട് എഴുതിയാൽ മതി, മൈ ചെറി ട്രീ, മൈ ചെറി ട്രീ. പോയറ്റ് ആരാണ്? എലൻ ബെലി. ഇത് പഠിക്കണേ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എലൻ ബെലി. ഓക്കെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയുന്നത് ആരൊക്കെ നിങ്ങൾക്ക് അറിയാൻ നോക്കാം, നിങ്ങൾക്ക് ഇപ്പം ഏതൊക്കെ റൈറ്റേഴ്സിന് അറിയാൻ നോക്കാം. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, എന്നാൽ 5 seconds ടൈം വരും, അതിനുള്ളിൽ നിങ്ങൾ പറയാൻ ശ്രമിക്കുക ഇതാരാണ് എഴുതിയത്. ഓക്കെ, സോ തുടങ്ങിയാലോ? ഓക്കെ, നിങ്ങളിപ്പോൾ അറിയില്ലെങ്കിലും നിങ്ങളൊന്ന് എന്ത് ചെയ്യാം, പറഞ്ഞു നോക്കുക, ഏതൊക്കെയാണ് അറിയാത്തതെന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് പഠിക്കാം. ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഇത് കാണാം. ഫുൾ ഞാൻ പറയുമ്പോൾ 5 സെക്കൻഡ് കൊണ്ട് എല്ലാം പറയാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. യെസ്, ഫസ്റ്റ് വൺ, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ആൻസർ പറയണേ, 5 seconds ടൈം. ഹെലൻ കെല്ലർ. ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്, അത് ആരും എഴുതിയിട്ടില്ല, ആർട്ടിക്കിളാണ്. നെക്സ്റ്റ് വൺ, എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ്. മാർഗരറ്റ് അറ്റ്വുഡ്. ദ ബൂർ. Anton Chekhov. On umbrella morals. A.G. Gardiner. My Cherry Tree. Ellen Bailey. The Portrait of a Lady. Khushwant Singh. The Kite Maker. Ruskin Bond. The Boy and the Snake. Charles Lamb. The Beggar. Guy de Maupassant. Maternity. Lilika Nakos. Refugee Mother and Child. Chinua Achebe. Density of Visual Images. John Berger. Shades and Shadows. Kevin Carter. യെസ്, സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ കാര്യം. പ്ലേലിസ്റ്റിൽ പോയിട്ട് എല്ലാ വീഡിയോസും കാണണം. അതിൽ ഓൾറെഡി അപ്ലോഡാണ്, അതുകൊണ്ട് ഞാൻ പിന്നെയും ഇടാത്തതാണ്. എന്താണ്, അപ്രിസിയേഷൻ, സ്പീച്ച്, പോയം, പിന്നെന്താ ഉള്ളത്, ഇമെയിൽ, ലെറ്റർ, ഡയറി ഒക്കെ അതിലുണ്ട്. എല്ലാം കണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇതിലിടാൻ ശ്രമിക്കാം. ചിലപ്പോൾ ലിങ്ക് വർക്കാവില്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലിൽ പോയിട്ട് കാണാം. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് എന്താ വീഡിയോസ് വേണ്ടതെന്ന് നിങ്ങൾ പറയാം. +1 ഞാൻ തുടങ്ങിയിട്ടില്ല, ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. Okay, so thank you so much for watching. It's me Hadi signing off. Bye.